കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. എന്റെ അള്ളൂ, കഴിച്ചു കഴിച്ച് വയറു പൊട്ടുന്നാ തോന്നുന്നേ. അതാണടാ പറയുന്നത്, കഴിക്കുമ്പോൾ വയററിഞ്ഞു മാത്രമേ കഴിക്കാൻ പാടുള്ളൂന്ന്. വയറും തടവി ശ്വാസമെടുക്കാൻ പാടുപെടുന്നവനെ കളിയാക്കിക്കൊണ്ട് രമ്യ അവന്റെ സൈഡിലേക്ക് ചെന്ന് ചാരിയിരുന്നു. ഒന്ന് പോയടി പുല്ലേ, മനുഷ്യനോട് ഒറ്റയ്ക്കിരിക്കാൻ വയ്യ, അപ്പോഴാ അവള് ചായാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. നൗഫി അവൾക്കിട്ടൊരു തള്ളു കൊടുത്തതും പെണ്ണു പോയി ഇടിച്ചു നിന്നത് വിഷ്ണുവിലാണ്. എന്തോ നടി നിനക്ക്, നോക്കിയൊക്കെ നടക്കാറായില്ലേ? ഞാൻ നോക്കിയൊക്കെ തന്നെ നടന്നത്, ആ പരനാറി തള്ളിയിട്ടതാ. നൗഫിയെ ചൂണ്ടി അവൾ വിഷ്ണുവിന്റെ അടുക്കൽ നേരെ നിന്നു. എന്താടാ? അല്ലേല് കഴിച്ച് തൊണ്ട നിറഞ്ഞിട്ട് ശ്വാസം എടുക്കാൻ വയ്യ, അപ്പോഴാ ഒരുത് ചാരിക്കൊണ്ടുവരുന്നത്. ഉമ്മറത്തെ സോപാനത്തിലേക്ക് നീണ്ടു നിവർന്ന് കിടന്ന് അവൻ ശ്വാസം വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷ്ണുവിനോടായി പറഞ്ഞു. ഈ നേരം തൊട്ടപ്പുറത്ത് കിടന്ന ആസി ചെറിയ രീതിയിൽ കൂർക്കം വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആഹാ, അവൻ ഉറങ്ങിയല്ലോ. അത് ഉറക്കമൊന്നുമല്ല വിഷ്ണുവേട്ടാ, ബിരിയാണിയുടെ മത്തടിച്ചതാണ്. ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്ക്, വീട്ടിൽ പോകണ്ടേ? എഴുന്നേൽപ്പിക്കാം. അല്ല, ടീച്ചറും യദു എവിടെ? ടീച്ചറിന്റെ പൂജാമുറി തന്നെ വിളക്ക് വെച്ചാ പ്രാർത്ഥിച്ചത്, അവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ സാറ് മുഷിഞ്ഞൂന്ന് പറഞ്ഞ് കുളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ആമ്പലു, അവളകത്ത് ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു ഇതുവരെ. ഞാൻ അവളെയും കണ്ടിട്ടാ ഇവരെ നോക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവന്റെ കണ്ണുകൾ ആസിയും നൗഫിയുമാണ് തേടിപ്പോയത്. രണ്ടുപേരും ക്ഷീണത്തിൽ ചാരിയിരിക്കുന്ന കണ്ട് അവൻ രമ്യയെ നോക്കി. ആ നോട്ടം മനസ്സിലായ പോലെ അവൾ വിഷ്ണുവിന്റെ പിന്നാലെ ഇപ്പുറത്തെ സൈഡിലെ സോപാനത്തിലേക്ക് വന്നിരുന്നു. ആ ചേട്ടനെ വിഷ്ണുവേട്ടൻ വിളിച്ചിരുന്നോ? രമ്യയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. എന്നിട്ടെന്താ? ഫോൺ എടുത്തു, ഒന്നോ രണ്ടോ വാക്കിൽ എന്തോ പറഞ്ഞെന്ന് വരുത്തി അവൻ കട്ട് ചെയ്തു. ആഹാ, അത്രയും സിമ്പിളായിരുന്നോ? യദു എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമ്പോൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവന് പിന്നെ കാര്യങ്ങളുടെ കിടപ്പുവശം അറിയാത്തത് കൊണ്ട് കൂടുതലും ദേഷ്യം മാത്രമായിരുന്നു അവന്റെ സ്വരത്തിൽ. ഞാൻ പിന്നെ അതിനെ ചിക്കിച്ചികഞ്ഞ് ചോദിച്ച് കൂട്ടാൻ നിന്നില്ല. വൈകുന്നേരം ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ കാണാമല്ലോ എന്ന് കരുതി. എന്താ രമ്യ ശരിക്കുള്ള പ്രശ്നം? രമ്യയോട് അത് ചോദിക്കുമ്പോൾ വിഷ്ണു രമ്യ കുറച്ചു മുന്നേ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കളിയാക്കി വഴക്കുണ്ടാക്കിയവരായിരുന്നില്ല, മറിച്ച് കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന രണ്ടു പേരായിരുന്നു. രമ്യ മെല്ലെയാണെങ്കിലും ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവനോട് പറഞ്ഞു. അത് കേൾക്കുന്നതിനിടയിൽ പലവട്ടം അവന്റെ മുഖം വലിയുന്നതും ഞരമ്പ് പിടിക്കുന്നതും കൈമുഷ്ടി ചുരുളുന്നതുമൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയുമൊക്കെ കണ്ടിട്ട് മാമനും മാമിയും ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചാൽ അശോകൻ മാമൻ സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ അറിഞ്ഞില്ല. ഒക്കെ കാര്യങ്ങൾ വ്യക്തമായി കണ്ട മഞ്ജുമ്മയ്ക്കാണെങ്കിൽ അയാളോട് ഒടുക്കത്തെ വിധേയത്വമോ? എന്തിന്? എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ, വൃത്തിയായി പോയി തിരക്ക്. എടി, ദേഷ്യപ്പെടണ്ട മനുഷ്യ, ഞാൻ കളിയാക്കിയിട്ടൊന്നുമല്ല, കാര്യമായി തന്നെ പറഞ്ഞതാണ്. എന്ത്? മഞ്ജുമ്മയ്ക്കെന്തോ അയാളോട് ഇത്ര താല്പര്യമെന്ന്. കാരണം സ്വന്തം മോളിൽ നിന്ന് കരഞ്ഞിട്ട് പോലും മഞ്ജുമ്മയ്ക്ക് അയാളായിരുന്നു ശരി. ആ നേരെ എനിക്കുണ്ടായ ദേഷ്യത്തിന് ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നെ അവളുടെ പിറന്നാളും സങ്കടവും ഒക്കെ കണ്ട് ഒരു വിധത്തിലാ ഞാൻ എന്നെ പിടിച്ചു നിർത്തിയെ. ഇതിത്തിരി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കൺട്രോൾ പോലും വിട്ടേനെ. പെണ്ണ് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു പിടിച്ചു. എന്നാൽ ആ നേരത്ത് അമ്മായിക്ക് പെട്ടെന്ന് എന്താണ് ഈ ഒരു സ്നേഹം എന്ന ചിന്തയിലായിരുന്നു വിഷ്ണുവും. പോകാൻ വേണ്ടി വിളിക്കാൻ ഏട്ടൻ വന്നപ്പോഴാണ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇതിപ്പം മുറിയിലേക്ക് കയറുമ്പോൾ ആരെയും കാണുന്നില്ല. ഇനിയിപ്പോ സാറ് മുറിയിലുണ്ടെന്ന് ടീച്ചറമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കുമോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആമ്പൽ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോയതും ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അവിടേക്ക് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ കാവിക്കൈലിയും എടുത്ത് തല തുവർത്തിക്കൊണ്ട് ഏതൻ അതിൽ നിന്നും ഇറങ്ങുന്നു. കുളിച്ചിറങ്ങി വരുന്ന വഴിയായതുകൊണ്ട് തന്നെ ഷർട്ട് ഇട്ടിരുന്നില്ല. വെള്ളത്തുള്ളികൾ ഇപ്പോഴും ഒഴുകിയിറങ്ങി വരുന്ന മുടിയിൽ തോർത്തിട്ട് തിരുമുന്നവനെ നോക്കി ആമ്പൽ ഒരു നിമിഷം നിന്നു. അപ്പോഴാണ് ഏതനും മുറിയിൽ നിൽക്കുന്നവളെ കണ്ടത്. പരസ്പരം ഇടഞ്ഞു മാറിയ ഒരു നോട്ടം, ഒരു നിമിഷം നിന്നുപോയ ഹൃദയത്തുടിപ്പ്, ശ്വാസമെടുക്കാൻ മറന്നുപോയ നിമിഷങ്ങൾ, ഒക്കത്തിനും അന്ത്യം പോലെ ഏതന്റെ ഫോണ് റിങ് ചെയ്തതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി. അവളിൽ നിന്നും നോട്ടം മാറ്റി
ഫോൺ എടുക്കാൻ ഇത്തിരി നേരം തന്നെ വേണ്ടി വന്നു ഏതന്. അപ്പോഴാണ് അവളും അവന്റെ വേഷം ശ്രദ്ധിക്കുന്നത്. ഷർട്ടിടാതെ നിൽക്കുന്നവന്റെ മുന്നിലേക്ക് വന്നു നിന്നു പോയതിൽ അവൾക്ക് ലജ്ജ തോന്നി. പെണ്ണ് പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു നിന്നു. അവളുടെ നിമിഷം കൊണ്ടുള്ള ഭാവമാറ്റം കണ്ട് അമ്പരന്നവന് അടുത്ത നിമിഷം കാര്യം മനസ്സിലായ പോലെ അവൻ തോർത്ത സൈഡിലേക്കിട്ട് അവിടെ കിടന്ന ടീഷർട്ട് എടുത്ത് വേഗത്തിൽ ധരിച്ചു. അപ്പോഴേക്കും ഫോണിന്റെ ബെല്ല് തീർന്നിരുന്നു. എന്നിട്ട് പോലും തനിക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്നവൾ പിന്നെയും തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടാണ് അവൻ അവളെ പേര് ചൊല്ലി വിളിച്ചത്. ആമ്പലു, അമലു. മുന്നിലും പിന്നിലുമായി ഒരുപോലെ കേട്ട വിളിയിൽ ആരെ നോക്കണം എന്നറിയാതെ അവള് രണ്ടു ഭാഗത്തേക്കുമായി തല വെട്ടിച്ചു. പോകാറായോ? അതാണോ വിഷ്ണു വിളിക്കുന്നത്? അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു അവൻ. ഇറങ്ങാൻ പോവാ. കുറച്ചു മുന്നേ അവനെ അങ്ങനെ കണ്ണതിന്റെ ചമ്മൽ പൂർണ്ണമായും മാറാത്തത് കൊണ്ട് അവൾ തല ഉയർത്തിയില്ല. അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടിലെ ചിരിക്കും ചെറിയൊരു ചമ്മൽ ഇല്ലാതിരുന്നില്ല. അത് പറയാൻ വേണ്ടിയാണോ വന്നേ? ടീഷർട്ട് ഒന്നുകൂടി വലിച്ചിട്ടുകൊണ്ട് അവൻ അവൾക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു. അല്ലെന്ന് അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. പിന്നെ താങ്ക്സ് പറയാൻ വേണ്ടി. ഓ അങ്ങനെ. എന്നിട്ട് താങ്ക്സ് പറഞ്ഞില്ലല്ലോ. സ്വതവേയുള്ള കുറുമ്പ് കൂടാതെ ഇത്തിരി കളിയാക്കലിൽ അവൻ പെണ്ണിനെ നോക്കിയതും അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. ഇപ്പോ ഈ ഭാവങ്ങളാണ് അവക്ക് പരിചിതം. ഹാ പറ അമലു. എന്ത്? താങ്ക്സ്. അത് പറയാനല്ലേ നീ വന്നത്? ഇത്തവണ അവൻ അല്പം ഉറക്കെ ചിരിച്ചുപോയി. അതുകൂടി കണ്ടതും പെണ്ണിന് ദേഷ്യമായി തുടങ്ങി. ഒന്നുമില്ല, ഞാൻ പറയുന്നില്ല. അവനോട് പിണങ്ങി അവൾ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും കൈവിരൽ തുമ്പിനറ്റം കിട്ടിയ അവളുടെ ധാവണിയിൽ അവനൊന്ന് പിടിച്ചു. പിറന്നാൾ കുട്ടി പിണങ്ങി പോവല്ലേ? ഈ പിണക്കോ സങ്കടമൊക്കെ മാറ്റാനല്ലേ ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ടാണോ പിന്നെയും പിണങ്ങുന്നേ? കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കുന്ന പോലെയുള്ള അവന്റെ കൊഞ്ചിക്കലിൽ അത്രയും നേരമുണ്ടായിരുന്ന പരിഭവം മാറി അവള് നിറനിലാവായി. ഇതുപോലെ എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം. നിന്റെ ഈ സന്തോഷമാണ് നിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം കാണേണ്ടത്. നിന്റെ ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അത്രയും അധികം ജോലി ഉണ്ടായിട്ടും വിഷ്ണു അവിടെ നിന്നും ഓടിച്ച് ഇവിടെ വന്നത്. നിന്റെ കൂട്ടുകാരാണെങ്കിലും ഈ കണ്ട ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് നിനക്ക് വേണ്ടിയാ. അപ്പൊ നീ എന്താ വേണ്ടേ അമലു? എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഉപദേശം കൊടുക്കും പോലെ അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. ഒരാൾക്ക് അതിനെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവന്റെ പിന്നാലെ നടന്നുകൊണ്ട് അവൾ ചോദിച്ചു. അതെന്താ പറ്റാതിരിക്കാൻ? ഈ ലോകത്ത് എല്ലാവരുടെയും സന്തോഷത്തിന്റെ ചാവി അവനവന്റെ കയ്യിലാണ്. നമ്മളത് സൂക്ഷിക്കാൻ വേണ്ടി മറ്റാരുടെ കയ്യിലും കൊടുത്തില്ലെങ്കിൽ മരണം വരെ അത് നമുക്ക് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ആവാതെ സ്വന്തം സന്തോഷം മാത്രം നോക്കി നടക്കുക. എന്റെ മാത്രം സന്തോഷം എന്ന് വെച്ചാ? വരാന്ത കഴിഞ്ഞ് തളത്തിലേക്ക് കാലെടുത്ത് വെക്കും മുന്നേ അവൾ ഒരു നിമിഷം നിന്നു. നിന്റെ മാത്രം സന്തോഷം എന്ന് വെച്ചാൽ നിന്റെ അശോകൻ മാമന്റെ, അമ്മയുടെ, കൂട്ടുകാരുടെ, മാഷിന്റെ, ടീച്ചറുടെ, ഏട്ടന്മാരുടെ, പിന്നെ 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 ഒന്നുമില്ല. അവളുടെ ചോദ്യം മനസ്സിലായിട്ടും അവൻ മനസ്സിലാവാത്ത പോലെ മറുപടി നൽകാതെ വിഷ്ണുവിനരികിലേക്ക് പോയി. നന്ദി പ്രകാശനമൊക്കെ കഴിഞ്ഞോ? നന്ദി പ്രകാശനമോ? ഏതൻ വിഷ്ണുവിന്റെ ചിരിയിലേക്ക് നോക്കി. നിന്നോട് താങ്ക്സ് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയ പുള്ളിക്കാരിയാണ്. എന്നിട്ട് ഈ നേരം വരെ കാണാഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. കുളിക്കുകയായിരുന്നു ഞാൻ. അതാണ് വെയിറ്റ് ചെയ്ത് സമയം പോയത്. അതെ ഏതൻ സാറേ. ഇത്തിരി നീട്ടിയുള്ള രമ്യയുടെ വിളിയിൽ തന്നെ ചുറ്റും നിന്ന് എല്ലാവർക്കും എന്തോ തരികിട തോന്നി. ആ കേക്ക് ഫുഡും ഒക്കെ ഓക്കെയാണ്. പക്ഷെ സാർ ആമ്പലൂന് പ്രസന്റ് ഒന്നും കൊടുത്തില്ലല്ലോ. അതെന്താ? അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന് എല്ലാവരെയും നോക്കി നിന്നവളുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്ത പോലെയായി. രമു. പെണ്ണ് രമ്യ അടക്കാനായി വിളിച്ചെങ്കിലും അവളൊന്നും ശ്രദ്ധിക്കാതെ ഏതനെ നോക്കി നിൽപ്പായിരുന്നു. അത് രമു ചോദിച്ചത് ശരിയാ. ഞങ്ങൾ എല്ലാവരും ഓരോരോ ഗിഫ്റ്റ് കൊടുത്തു. സാറ് മാത്രം ഒന്നും കൊടുത്തില്ല. ആസിയും കൂടി അത് ഏറ്റുപിടിച്ചതും ടീച്ചറും വിഷ്ണുവും അടക്കം എല്ലാവരും ഏതനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആഹാ, എന്നെ കളിയാക്കാൻ അവസരം വന്നപ്പോൾ എല്ലാരും ഉണ്ടല്ലോ. പുഞ്ചിരിയോടെയുള്ള ഏതന്റെ പറച്ചിലിൽ അവൾക്ക് ശ്വാസം നേരെ വീണു. കാരണം ഇത്രയുമൊക്കെ സാർ ചെയ്തു തന്നിട്ടും പിന്നെയും ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ
സാറിനത് സങ്കടമോ ദേഷ്യമോ ആകുമെന്ന് അവൾ പേടിച്ചിരുന്നു. പക്ഷെ ഇവിടെ അവർക്കൊപ്പം അവരുടെ കളിയാക്കലിൽ പങ്കുചേരുകയാണ് ആള്. എല്ലാവരും കൂടി ചേരും പോലെയാണ് ഒരു നിമിഷം ആമ്പലൂന് പോലും തോന്നിയത്. അപ്പോ ഞാൻ അമലൂനൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലേ? അതെ, ശരി, പരിഹരിച്ചേക്കാം. ശരിക്കും? ആസിക്കായിരുന്നു കൗതുകം കൂടുതൽ. ആ, ശരിക്കും. അപ്പൊ സാറ് പ്രസന്റ് നേരത്തെ വാങ്ങി വെച്ചിരുന്നു അല്ലേ? എന്നിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ. അങ്ങനെ ചോദിച്ചാൽ അതിലൊന്നും ഉത്തരമില്ല. ഉത്തരം തന്നില്ലെങ്കിലും വേണ്ട, സാറ് പ്രസന്റ് കാണിച്ചേ. പ്രസന്റ് അങ്ങനെ ഇങ്ങനൊന്നും കാണിക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ സമയമുണ്ട്. സാറ് ചുമ്മാ അടവിറക്കല്ലേ. ഇതിപ്പോ ഞങ്ങൾ ചോദിച്ചെന്ന് കരുതി പുറത്തുപോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് പിന്നെ കാണിക്കാനല്ലേ? ചോദ്യം നൗഫിയുടെ ആയിരുന്നെങ്കിലും മറുപടി ആഗ്രഹിക്കുന്ന കണ്ണുകൾക്ക് നേരെ അവനൊന്ന് ചിമ്മി. അല്ലടാ, ഇത് സംഭവം കുറച്ച് ഡിഫറെന്റ് ആണ്. അതൊക്കെ ഓക്കെ, എന്ത് ഡിഫറെന്റ് ആണെങ്കിലും എപ്പോ കാണാൻ പറ്റും? നാളെ രാവിലെ വന്നാൽ കാണിച്ചു തരുമോ? അതിന് നിങ്ങൾ നാളെ രാവിലെ വരും വരെ ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഈ രാത്രി തന്നെ കാണിക്കാം. ഇന്ന് രാത്രി തന്നെയോ? ഇന്ന് രാത്രി. ഒരു കള്ളച്ചിരിയോടെ ഏതൻ തലയാട്ടിയതും എല്ലാവരുടെയും കണ്ണുകളിൽ ഒരുപോലെ സംശയമായിരുന്നു.